തൃശൂർ ആറാട്ടുപുഴയിൽ ആന ഇടഞ്ഞു. പൂരത്തിന് ശേഷം ആറാട്ടിന് പോകുമ്പോഴാണ് ആന ഇടഞ്ഞോടിയത്. ആനയെ ഏറെ പ്രയാസപ്പെട്ടിപ്പോൾ തളച്ചിട്ടുണ്ട്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു, കുറെ ആളുകൾ ഉണ്ടായിരുന്നു, വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. എങ്ങനെയാണ്, ഏറെ പ്രയാസപ്പെട്ടാണ് തളച്ചതാനെ? ഇന്ന് രാവിലെയാണ് ആറാട്ടുപുഴ പൂരത്തിൻ്റെ കൂട്ടിയെഴുന്നള്ളിപ്പ് കഴിഞ്ഞതിന് ശേഷം ആറാട്ടിനായി ആനകളെല്ലാം തന്നെ പിരിഞ്ഞു. ആ സമയത്താണ് ഈ ക്ഷേത്രത്തിനോടടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഇത്തരത്തിൽ ആന ഇടയുന്നത്. ആന ഇടഞ്ഞ് ഓടുകയായിരുന്നു. ഏറെ നേരം പണിപ്പെട്ട ശേഷം ഏകദേശം അരമണിക്കൂറിലധികം നേരം ഈ ആനയെ തളയ്ക്കാനായുള്ള ശ്രമം നടന്നു. അതിനുശേഷമാണ് ആനയെ തളയ്ക്കാൻ കഴിഞ്ഞത്. ആറാട്ടുപുഴ പൂരത്തിന് ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു സമയം കൂടിയാണ് ഈ ആറാട്ടിൻ്റെ സമയം എന്ന് പറയുന്നത്. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം ഈ ആറാട്ടിന് വേണ്ടി വരുന്ന സമയത്ത് നിരവധി ആളുകൾ ആറാട്ടുകടവിലും ആ പരിസരത്തുമെല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഭാഗ്യം കൊണ്ട് അധികം പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ഉടനടി തന്നെ ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. വടക്കുന്നാഥൻ ശിവൻ എന്ന് പറയുന്ന ആനയാണ് ഇടഞ്ഞത്. കഴിഞ്ഞ ദിവസം പിടിക്കപ്പറമ്പ് പൂരത്തിൻ്റെ ഭാഗമായി ആറാട്ടുപുഴ പൂരത്തിൻ്റെ തന്നെ ചടങ്ങുകളുടെ ഭാഗമായി ആനയോട്ടം നടന്നിരുന്നു. ആ ആനയോട്ടത്തിൽ ഒന്നാമത് നേടിയ ആന കൂടിയാണ് ഇത്. അതിനോടൊപ്പം തന്നെ ഇന്ന് ഈ ആന ഇടഞ്ഞതിനെ തുടർന്ന് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്താൻ ഡ്രോൺ ഉപയോഗിച്ച് ശ്രമിക്കുന്നതിനിടെ യുവാവിന് മർദ്ദനമേൽക്കുകയും ചെയ്തു. തളിക്കുളം സ്വദേശിക്കാണ് മർദ്ദനമേറ്റത്. ഈ ആറാട്ടുപുഴ പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പകർത്തുന്നതിന് വേണ്ടി എത്തിയ സംഘത്തിലുണ്ടായിരുന്ന യുവാവിനാണ് പരിക്കേറ്റിട്ടുള്ളത്. എന്തായാലും ഈ ആറാട്ടുപുഴ പൂരവുമായി ബന്ധപ്പെട്ട് ഇന്നലെയും സമാനമായ രീതിയിൽ ആന ഇടഞ്ഞിരുന്നു. അതായത് തറയ്ക്കൽ പൂരത്തിന് ആന ഇടയുകയും മിനിഞ്ഞാന്ന് രാത്രി ആന ഇടയുകയും ഇത്തരത്തിൽ രണ്ട് ആനകൾ തമ്മിൽ കുത്തുകൂടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. രണ്ട് ആനകളും ഇടഞ്ഞോടുകയും ചെയ്തിരുന്നു. ഇതിപ്പോൾ അതിനുശേഷം ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കർശനമായി പാലിക്കണമെന്ന് കളക്ടറുടെ ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവിനെ എല്ലാം തന്നെ അനുസരിച്ചുകൊണ്ടുള്ള ഇത്തരത്തിൽ എഴുന്നള്ളിപ്പാണ് ഇന്ന് നടന്നത്. പക്ഷേ എഴുന്നള്ളിപ്പിന് ശേഷമാണ് ഈ സമാനമായ രീതിയിൽ ആന വീണ്ടും ഇടയുന്നത്. ആന ഇടഞ്ഞ് ഓടിയതിൻ്റെ പരിഭ്രാന്തിയിൽ നിരവധി ആളുകൾ വീണിട്ടുണ്ടായിരുന്നു. പക്ഷേ ആർക്കും ഗുരുതരമായ പരിക്കോ ഒന്നും തന്നെയില്ല.